ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, ഏകദേശം 30 ലക്ഷത്തിന് മുകളിൽ മലയാളികളെങ്കിലും പ്രധാനമായിട്ടും ഒരു 5-6 രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്. മറ്റ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു പക്ഷേ മലയാളി ഉണ്ടാവും കേട്ടോ. ബട്ട് ദെൻ UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ ഒരുപാട് മലയാളികളുണ്ട്. ഈ രാജ്യങ്ങളൊക്കെയും ഒരു കോമൺ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഓയിൽ റിച്ച് നേഷൻസാണ്. ഓയിൽ കാരണം അവിടെ വലിയ രീതിയിൽ ഒരു സമ്പദ് വ്യവസ്ഥ രൂപപ്പെട്ടു. അതുവഴി അതിൻ്റെ ഒരു പങ്ക് പറ്റാനൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇന്ന് ഒരു ലോകം ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രീൻ എനർജിയിലേക്കുള്ള ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വേൾഡ് വൈഡ് ആയിട്ട് ഈ മേഖലയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏകദേശം $1.5 ട്രില്യൺ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് വലിയ സംഖ്യയാണ്. അപ്പോൾ അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ആ മേഖലയിൽ വരുന്നു. ലോകം ആ ട്രാൻസിഷൻ ഗ്യാരൻറ്റീഡായി. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 40% മുകളിൽ കാറുകൾ ഇലക്ട്രിക്കിലേക്ക് മാറണം ബൈ 2030 ആകുമ്പോഴേക്കും എന്നുള്ള പോളിസികളൊക്കെയുണ്ട്. പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പോളിസികളുണ്ട്. ചൈനയിൽ ഓൾറെഡി 50% ഓഫ് ദ കാറുകൾ ഇലക്ട്രിക്കാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും ഇന്ന് ഇലക്ട്രിക് കാറുകൾക്ക് വലിയ രീതിയിൽ സെയിൽസിൻ്റെ ഉയർച്ചയുണ്ട്. ഇന്ന് ഒരു വാർത്ത കണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ചൈനീസ് കാർ മേക്കർ ടെസ്ലയും BYD ഒക്കെ കടത്തി വെട്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാറുകൾ കഴിഞ്ഞ ക്വാർട്ടറിൽ വിറ്റിട്ട് അതിൻ്റെ പേരിൽ അവർ ഷെയർ ഉയർന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാർത്തകൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ലോകം ഈ ട്രാൻസിഷൻ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ട്രാൻസിഷന് GCC രാജ്യങ്ങൾ എത്രമാത്രം വില്ലിങ് ആണ്, അല്ലെങ്കിൽ അവർ എത്രമാത്രം അതിന് തയ്യാറെടുത്തിട്ടുണ്ട്, നമ്മൾ അവിടെയൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളോ ബിസിനസ്സോ ജോലിയോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കരുതിയിരിക്കണോ, എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്നോണമാണ് ഞാൻ ചെറിയൊരു റിസർച്ച് ചെയ്തു. അത്യാവശ്യം ഒരുപാട് ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ട്. ബട്ട് ദെൻ എൻ്റെ റിസർച്ച്, ഞാൻ ആദ്യം ഒരു വാർണിംഗ് ഒക്കെ പറയണമല്ലോ, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ടോ അതല്ലെങ്കിൽ ഇതൊരു കരിയർ ഡിസിഷനായിട്ടോ ഒന്നും എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ പെർസ്പെക്റ്റീവിൽ കണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഈ രാജ്യങ്ങളിലൂടെയൊക്കെ പോയിട്ട് അവിടെ പല പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്, ഒരുപാട് ആങ്സൈറ്റികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ റിസർച്ച് നടത്തിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ കാണുന്ന ആൾക്കാർ മാത്രമല്ല ഒരു വൈഡർ പബ്ലിക്കിനും ഇത് അറിയേണ്ടുന്ന ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ GCC രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെന്ന് നമ്മൾ പൊതുവിൽ വിളിക്കും. പക്ഷേ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റംസാണ് പല രാജ്യങ്ങളിലുള്ളത്. എല്ലാവർക്കും ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ട്, അതായത് ഓയിലിന് ശേഷമുള്ള ഒരു ലോകക്രമത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ളതിൽ. പക്ഷേ ഇംപ്ലിമെൻറ്റേഷനിൽ പലരും പല സ്റ്റേജസിലാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് വിലയിരുത്തുക, ഇത് എത്രമാത്രം സസ്റ്റൈനബിൾ ആയിരിക്കും, എത്രമാത്രം അവർക്കിത് നീതിപൂർവമായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഞാൻ 3 ഇക്കോണമികളാണ് പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് UAE, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ഒരു വലിയ ചങ്ക് ഓഫ് പോപ്പുലേഷൻ ഉണ്ടാകും. പിന്നെ ഖത്തർ. ഈ 3 രാജ്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു റിസർച്ച് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് സ്വന്തമായിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ലിങ്ക് നൽകാം, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ 1970 മുതൽക്ക് ഒരു ഓയിൽ ഇക്കോണമി രൂപപ്പെട്ട് ഒരു ഓയിൽ ബൂം ഉണ്ടായി. ആ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഹൈഡ്രോ കാർബൺ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ്, ഓയിൽ റിച്ചാണ്. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള വെൽത്ത് കാരണം ഒരുപാട് സമ്പത്ത് വന്നപ്പോൾ ഇവർക്ക് ഒരുപാട് അടിസ്ഥാന മേഖലയിലൊക്കെ ആൾക്കാർ ആവശ്യം വന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യമായിട്ടൊക്കെ വന്നു. അങ്ങനെ അവർക്ക് ആ ക്യാഷ് അവരെങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ ചുവട് പിടിച്ചിട്ട് അവിടെ ഒരുപാട് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കി പ്രിഡോമിനൻ്റ്ലി സ്റ്റേറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഇക്കോണമി. ബട്ട് ദെൻ ചില സ്ഥലങ്ങൾ അതിന് അപവാദമായിരുന്നു. അതിന് ഒരു പ്രധാന കാര്യമാണ് ദുബായ് എന്ന് പറയേണ്ടത്. അപ്പോൾ ദുബായ് ശരിക്ക് ആദ്യകാലങ്ങളിലൊക്കെ ഓയിലിൻ്റെ ഡിപ്പെൻഡൻസിയിലാണ് തുടങ്ങിയത് എന്നുണ്ടെങ്കിലും അവർ വളരെ നേരത്തെ തന്നെ ആ ഷിഫ്റ്റ് ആരംഭിച്ചു. അതായത് ഓയിൽ അല്ലാത്ത വിഭാഗങ്ങളിലേക്ക്, അത് ടൂറിസം ആയിക്കോട്ടെ, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, മറ്റ് മേഖലകളിലേക്ക് അവർ ആദ്യമേ പിവറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ജനറലി ഈ GCC രാജ്യങ്ങൾ ഈ ഷിഫ്റ്റിലേക്ക് വന്നിട്ടുണ്ടാകുന്നത് പല രാജ്യങ്ങളും 2010 ശേഷമാണ്. ഇപ്പോൾ ഖത്തർ അവരുടെ ഫുട്ബോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയപ്പോൾ അതിൽ ഒരു വലിയ ശതമാനം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ദീർഘകാലത്തേക്ക് ഖത്തറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫിഫയോട് കൂടിയിട്ട് സെറ്റപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. പക്ഷേ FIFA കഴിഞ്ഞതോട് കൂടിയിട്ട് ഖത്തറിൽ ഒരു ഡിമാൻഡ് കുറവ് പൊതുവിൽ ആ മാർക്കറ്റിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്.
ഇനി ഇതേപോലെ ഫിഫ വരുന്നത് 2030 ശേഷം സൗദിയിൽ വരുന്നില്ലേ. അപ്പോൾ സൗദി ഇതുപോലെ ഒരു ട്രാൻസിഷൻ്റെ ഫേസിലാണ്. സൗദിക്ക് വിഷൻ 2030 എന്ന് പറഞ്ഞിട്ട് 2016 അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു വിഷൻ ഉണ്ട്. എഗെയിൻ ഇതിൻ്റെയും അജണ്ട എന്താണ്? ഓയിലിന് ശേഷമുള്ള ഒരു ലോകക്രമത്തിലേക്ക് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ UAEക്ക് ഉണ്ട് കേട്ടോ ഇതുപോലെ വിഷൻ 2071, അതായത് അവർക്ക് 100 വർഷം പൂർത്തിയാക്കുന്ന സെൻറ്റിനൽ ഇയർ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ഈ വിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വിഷൻസിലേക്ക് അലൈൻഡ് ആയിട്ട് എന്തൊക്കെയായിരിക്കും അവർ ഇനിയുള്ള കാലങ്ങളിൽ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ UAEയിലെ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര റിയൽ എസ്റ്റേറ്റ് ബൂമിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന കാണാം. ഒരുപാട് മലയാളി ഇൻഫ്ലുവൻസേഴ്സ്, ജനറൽ ഇൻഫ്ലുവൻസേഴ്സ് പോയിട്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുണ്ട്. അതല്ല, റിയൽ എസ്റ്റേറ്റിനായിട്ട് ഒരുപാട് കമ്പനികളൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജനറലി മലയാളികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. ബട്ട് ദെൻ ഈ ഹൈപ്പ് എത്രമാത്രം റിയലാണ്? ഹൈപ്പ് റിയലാണോ? അതല്ല, ഒരു 2007-8 ശരിക്ക് ലോകത്ത് മൊത്തത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ലോകത്ത് എവിടെ പനിച്ചാലും ദുബായിക്ക് ജലദോഷം പിടിക്കുന്നു പറയുന്ന പോലത്തെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേൾഡ് ഇക്കോണമിയിലൊക്കെ അന്നുണ്ടായിട്ടുള്ള ഒരു റിസഷൻ ശരിക്കും ദുബായിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ചിലരെങ്കിലും ഒരുപക്ഷെ ബുർജ് ഖലീഫ അബുദാബി ഫണ്ട് ചെയ്തിട്ടാണ് പണി പൂർത്തിയാക്കിയത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ശരിക്ക് എന്തായിരിക്കും ഇനി ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസ് ലോകത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ GCC രാജ്യങ്ങളുടെ ഭാവി എന്തായിരിക്കും? പ്രത്യേകിച്ച് ലോകം ഇപ്പോൾ ശരിക്കും ഒരു പോസ്റ്റ് ഓയിൽ വേൾഡിലേക്ക് തയ്യാറെടുത്ത് തുടങ്ങിയില്ല. ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളും ഈ ഒരു ട്രാൻസിഷന് ഒരു ഗോളുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ഒരു 40-50% ഓഫ് നമ്മുടെ വാഹനങ്ങളൊക്കെ ഇലക്ട്രിക്കിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് ടോളുകൾ വരെ, ഇപ്പോൾ പാലത്തിലൊക്കെ ഉണ്ടാകുന്ന ടോളിൻ്റെ മേലെയുള്ള ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു EV പ്രൊമോഷൻ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ മേജർ ബ്രാൻഡുകളും ഇൻക്ലൂഡിങ് മാരുതി ഇപ്പോൾ EV ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലിയർ ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട് ഓയിലിൻ്റെ പുറത്തേക്കുള്ള ഒരു ലോകക്രമത്തെക്കുറിച്ച്. പക്ഷേ ഒരു കാര്യം ക്ലിയറാണ്, ഓയിൽ എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ പെട്രോളിയത്തിന് ഒരുപാട് ഡെറിവേറ്റീവ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു 10-100 കൊല്ലമായിട്ട് ഓയിൽ ഇക്കോണമി ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സിമ്പിൾ സാധനമാണ് നമ്മൾ റോഡ് ഉണ്ടാക്കുന്ന ടാറാണെങ്കിലും, അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് മെറ്റീരിയലുകൾ ശരിക്കും ഈ പെട്രോളിയത്തിൻ്റെ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഇതങ്ങില്ലാത്ത ലോകമൊന്നും ഉണ്ടാവില്ല. അതായത് അങ്ങനെ ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഓയിൽ നിൽക്കുന്നു, പിന്നെ സൗദിയിലും UAEയിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് പണിയില്ലാണ്ടാവുന്നു, അവർ പിന്നീട് നമ്മുടെ നാട്ടിലെ ബംഗാളികളെ പോലെ പണിക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു UAEയിലുള്ള ഒരു പ്രമുഖ വ്യവസായവുമായി ചേർന്ന് ചെയ്തതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് അപ്ലോഡ് ചെയ്യും. ബട്ട് ദെൻ ഇതൊരു ക്വിക്ക് ഒരു വൈഡർ പിക്ചറൊക്കെ നൽകുക എന്നുള്ള രീതിയിൽ ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്ക് ഈ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ക്രൈസിസ് വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങളിൽ നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, വേൾഡ് വൈഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ. ഇപ്പോൾ ഞാൻ ഡാറ്റ നോക്കിയ സമയത്ത് ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഡിപ്ലോയിഡ് ആവുന്ന സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ, ഗവൺമെൻറ് നേരിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 54% ഓഫ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ 2024 ചെയ്യുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമുള്ള ഈ ഒരു 6 രാജ്യങ്ങളുണ്ടല്ലോ, ഈ 6 രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് 54%. അപ്പോൾ ചെറിയ രാജ്യങ്ങളാണ്. താരതമ്യേന ടോട്ടൽ പോപ്പുലേഷൻ ഒരു 5 കോടിയിൽ താഴെ ഉണ്ടാവുള്ളൂ, ലോക്കൽ പോപ്പുലേഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളാണ് പക്ഷേ ഇന്ന് ലോകത്ത് നടക്കുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സോവറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ 54% മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള സോവറിൻ വെൽത്ത് ഫണ്ട് ഉണ്ടല്ലോ, ഈ രാജ്യങ്ങളുടെയൊക്കെ കമ്പൈൻഡ് ഈ ഫണ്ട്, ഈ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട്, അത് ഏകദേശം $4.7 ട്രില്യൺ ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ട്. ഇത് 2030 ആകുമ്പോഴേക്കും 8 ട്രില്യൺ വരേക്കും ചെല്ലുമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നിലവിലുള്ള ഇന്ത്യൻ ഇക്കോണമിയുടെ ഇരട്ടിയെങ്കിലും അവരുടെ ഈ സോവറിൻ വെൽത്ത് ഫണ്ടുകളുടെ കപ്പാസിറ്റി ഉണ്ടാകും. ഇതിൽ തന്നെ ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് സിറ്റി ആയിട്ടുള്ളത് നിലവിൽ അബുദാബിയാണ്. അബുദാബിയുടെ സോവറിൻ വെൽത്ത് കാരണമാണ് അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, മുബദ്ദല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആമുകളുണ്ടല്ലോ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിറ്റിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ള സിറ്റി ആയിട്ടൊക്കെ പറയുന്നത് അബുദാബിയാണ്. $1.7 ട്രില്യൺ ആസ്തിയുള്ള സിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അങ്ങോട്ട് പോകുന്നു, എന്തായിരിക്കും ഈ രാജ്യങ്ങളുടെ ഭാവി എന്നുള്ളത് നമുക്ക് ഈ ഒരു ചെറിയ ധാരണ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. ഇപ്പോൾ സൗദിയുടെ PIF ഉണ്ട്, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉണ്ട്, മുബദ്ദല, ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫണ്ടുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഫണ്ടുകൾ ഇവർ 2-3 കാര്യങ്ങൾക്ക് വേണ്ടി ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രോ കാർബൺ റവന്യൂ സ്ലോ ഡൗൺ ആവുകയോ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യണം. അപ്പോൾ അതിന് ഇൻകം വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുവഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം അവർ റീഇൻവെസ്റ്റ് ചെയ്യുന്നു.
പണം കിട്ടാൻ സാധ്യതയുള്ള മേഖലകളിൽ വലിയ കമ്പനികളുടെ ഷെയർ വാങ്ങുന്നു. വലിയ സിറ്റികളിൽ ഇപ്പോൾ UK-ലും മറ്റുമൊക്കെയുള്ള ഒരുപാട് ആസ്തികൾ, വലിയ വലിയ അസറ്റുകൾ, ഇൻക്ലൂഡിങ് അവിടുത്തെ എയർപോർട്ട് വരെ ഗൾഫ് രാജ്യങ്ങളുടെ ഫണ്ടിങ്ങിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡാറ്റ കണ്ടിട്ടുണ്ട്. അതുപോലെ നോർത്ത് അമേരിക്കയിൽ ഒരുപാട് പ്രോപ്പർട്ടികൾ ഇവർ വാങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ADIA, അബുദാബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ആണെന്നുണ്ടെങ്കിലും മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ സ്റ്റേബിൾ ആയിട്ടുള്ള അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലും വലിയ പോസിബിലിറ്റിയുള്ള റിട്ടേൺ പോസിബിലിറ്റിയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലേക്കാണ്. അതിൽ ലക്ഷറി ബ്രാൻഡുകളുണ്ട്, ടെക്നോളജി ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ സൗദിയിൽ EV മാനുഫാക്ചറിംഗ് ഒക്കെ തുടങ്ങിയ വാർത്ത നമ്മളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ അവരുടെ ഫ്യൂച്ചറിനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഏതെങ്കിലും ഒറ്റ ഇൻഡസ്ട്രിയുടെ ഡിപ്പെൻഡൻസി, ഇപ്പോൾ നിലവിൽ ഓയിലിൻ്റെ മേലെയുള്ള ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ, ഈ ഡിപ്പെൻഡൻസിയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൗദിയുടെ കാര്യം എടുക്കാം. ഇന്ത്യയുടെ 4/3 വലിപ്പമെങ്കിലുമുള്ള വളരെ വലിയ രാജ്യമാണ് സൗദി. ഏകദേശം 3 കോടി ജനങ്ങൾ സൗദിയിൽ ജീവിക്കുന്നുണ്ട്. ഈ സൗദിക്ക് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള കുറച്ച് മെഗാ പ്രൊജക്റ്റുകൾ സൗദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റെഡ് സീയിലുള്ള ഡെവലപ്മെൻറ്റുകളാണ് എന്നുണ്ടെങ്കിലും നിയോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഗാ ഡെവലപ്മെൻറ്റ് ആണ് എന്നുണ്ടെങ്കിലും സൗദിയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സൗദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ ജിഗാ പ്രൊജക്റ്റുകളുടെ പേരിലാണ് സൗദിയുടെ ഒരു നിലനിൽപ്പുള്ളത്. ആ ഒരു വിഷൻ 2030 ഒക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. വിഷൻ 2030 തന്നെ ഈ ലൈൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ടിങ് ഡിലേകളും ഒരു പക്ഷേ അത് വിചാരിച്ച ഡെഡ് ലൈനകത്ത് അവർക്ക് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് ഡിലേഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ ആ ഒരു സംഗതി വാസ്തവമാണെന്നുള്ളത് അവർ മറ്റു ഭാഗങ്ങളിലൊക്കെ വാർത്ത കണ്ടിട്ട് അതിനെ ശരി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരു പക്ഷേ നമ്മൾ കണ്ട കാഴ്ചകളുണ്ടാവും, അപ്പോൾ നമ്മൾ കണ്ടെന്ന് നമ്മൾ അറിഞ്ഞ കാഴ്ചകളിൽ നിന്ന് ചിലപ്പോൾ അവർക്കൊരു വിയോജിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വിയോജിപ്പുള്ള ആളുകൾ ലൈക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒപ്പോസ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സൗദിയിൽ അങ്ങനത്തെ ഒരു സ്ലോ ഡൗണോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ക്ലിപ്പിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഇന്ന് സൗദിയിൽ ജീവിക്കുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം സൗദിക്ക് നിലവിൽ ഒരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ക്ലിയർലി സൗദി പാപ്പരായി എന്നുള്ളതല്ല, പകരം ഓയിലിൻ്റെ വിലയിൽ വന്നിട്ടുള്ള ഫ്ലക്ച്വേഷൻ, അതുപോലെ ഓയിലിൻ്റെ പ്രതിദിന ഔട്ട്പുട്ട് ഉണ്ടല്ലോ. അപ്പോൾ സൗദിയുടെ ഒരു മേജർ പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് റിയാദ് സിറ്റിയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളാണെന്നുണ്ടെങ്കിലും മറ്റ് മേജർ പ്രൊജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും സൗദി എയിം ചെയ്തിരുന്നത് ഏകദേശം ഒരു ബാരലിന് $90 മുകളിൽ ഡോളർ പ്രൈസ് ഉണ്ടാവുക, അതുപോലെ തന്നെ 12 മില്യൺ ബാരലെങ്കിലും പ്രതിദിനം അവർക്ക് വിൽക്കാൻ കഴിയുക എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിലവിൽ അതൊരു 9 മില്യൺ ബാരൽ പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരു $60 പെർ ബാരലൊക്കെയാണ് ഇപ്പോഴത്തെ പ്രൈസിങ് ഉള്ളത്. ഈ രണ്ട് കാരണം കൊണ്ടും സൗദിയുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റവന്യൂ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ ഗവൺമെൻറ് കടമെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡാറ്റ കാണുകയുണ്ടായി. അപ്പോൾ ശരിക്കും ഇങ്ങനെ വലിയ ജിഗാ പ്രൊജക്റ്റുകൾ, വലിയ സ്കെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള പ്രൊജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ വിലയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്ച്വേഷൻസ് ഗവൺമെൻറ്റിനെ ഒരുപാട് സ്ട്രെസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ഒറ്റ സോഴ്സ് ഓഫ് റവന്യൂവിൽ ഇൻവെസ്റ്റഡ് ആവാതെ പകരം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സോഴ്സുകളിലേക്ക് മാറണം എന്നുള്ള ഒരു തീരുമാനം ഈ രാജ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക. കാരണം ഡിപ്പെൻഡൻസി എന്താ വെച്ചാൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഡർ ഉണ്ടായിരുന്നു. അതിന്ന് മാറിയിട്ട് ലോകം ഒരു കുറച്ചും കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വഴിയുള്ള കാരണങ്ങളുണ്ട്, അതല്ല AI ഉയർത്തുന്ന റിസ്ക്കുകളുണ്ട്. AI പോലത്തെ ടെക്നോളജികൾ ലോകത്തെ ഏത് ദിശയിലേക്കാണ് മാറ്റുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടെക്നോളജി കമ്പനികളിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രംപ് ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ഈ GCC രാജ്യങ്ങളിൽ ടൂർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് അവിടെ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ രാജ്യങ്ങളുടെ അടുത്തു നിന്നൊക്കെ വലിയ ഫണ്ടിങ് കമ്മിറ്റ്മെൻറ്റുകൾ, UAEയുടെ അടുത്തുനിന്ന് 1 ട്രില്യൺ, സൗദിയുടെ അടുത്തുനിന്ന് 1 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫണ്ടിങ് കമ്മിറ്റ്മെൻറ്റുകൾ അമേരിക്കയിലേക്ക് ഇവർ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവർ പകരം വാങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? സൗദി ഫിസിക്കൽ AI എന്ന് പറഞ്ഞിട്ട് വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നു. UAEയിൽ വളരെ ശ്രദ്ധിക്കേണ്ട നമ്മളൊരു കാര്യമാണ്, സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞിട്ട് $500 ബില്യൺ AI ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് സാം ആൾട്ട്മാനും സോഫ്റ്റ് ബാങ്കും ട്രംപും ഒക്കെ ചേർന്നിട്ട് അമേരിക്കയിൽ ചെയ്യുന്നുണ്ടല്ലോ. അതിന് അമേരിക്കയ്ക്ക് പുറത്തുള്ള ഒരേ ഒരു ഓഫീസ് വരുന്നത് സ്റ്റാർഗേറ്റ് അബുദാബി എന്ന് പറഞ്ഞിട്ട് അബുദാബിയിലാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ NVIDIAയുടെ ചിപ്പുകളുടെ മുകളിലൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കാരണം പല രാജ്യങ്ങൾക്കും ഒരു ഇത്ര നമ്പർ ഓഫ് ചിപ്പുകൾ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരതിനെ ബൈപ്പാസ് ചെയ്ത ഒരു രീതിയാണ് എന്ത്, അവരുടെ അമേരിക്കയുടെ വിഷനിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുവഴി ഇവരെന്ത് ചെയ്തു, ടെക്നോളജിക്കൽ റിസോഴ്സസ് സെക്യൂർ ചെയ്തു.
ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇപ്പോൾ ഇവർക്ക് ഹയസ്റ്റ് മോഡൽ ഓഫ് AI ആക്സസ് ഉണ്ടാകും. അപ്പോൾ അവർക്കത് ത്രൂ ഔട്ട് അവരുടെ ഗവൺമെൻറ്റിലോ അവരുടെ സിറ്റിസൺസിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിലോ മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ AIയോ അല്ലെങ്കിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജിയൊക്കെ അവർക്ക് നിലനിർത്താൻ ഈ ഒരു റീസൺ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ പണം ഉണ്ടാവുക എന്നുള്ളതൊരു ഭാഗമാണ്. ആ പണം റീഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഇവർ ഒരു പടി കൂടി മുൻപിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവരുടെ സോവറിൻ വെൽത്ത് ഫണ്ട് അവർ വളരെ ക്ലിയർ ആയിട്ടുള്ള റീഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികളിലൂടെ അതിനെ നന്നായിട്ട് വലുതാക്കി കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തിൻ്റെ ഓയിൽ ഡിപ്പെൻഡൻസിയെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗദി ഇതിന് ഇപ്പോൾ ഒരു ഓയിൽ വില കാരണം അവർ കുറച്ചും കൂടെ അതിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും UAEയുടെ കാര്യത്തിലൊക്കെ അവർ കുറച്ചും കൂടെ ആ ടാർഗറ്റിൽ ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട്. ഏത് വരേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ നോൺ ഓയിൽ ഗ്രോത്ത് അല്ലെങ്കിൽ നോൺ ഓയിൽ സെക്ടറുകളിലുള്ള ഗ്രോത്ത് 75% ഓഫ് GDP വരേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. 1 ട്രില്യൺ ദിർഹംസിൻ്റെ 1 ട്രില്യൺ ദിർഹംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്യണിൽ പറയുകയാണെങ്കിൽ ഒരു $300 ബില്യൺ ഉണ്ടാവും. അപ്പോൾ ഈ $300 ബില്യൺ വേർത്തായിട്ടുള്ള നോൺ ഓയിൽ ട്രേഡ് ഉണ്ടല്ലോ, ഫോറിൻ ട്രേഡ്, വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കുന്നു, വിദേശവുമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ, ഇത് 2031 ആകുമ്പോഴേക്കാണ് അവർ ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 1 ട്രില്യൺ ദിർഹംസിൻ്റെ പ്ലാൻ. പക്ഷേ അത് ശരിക്കും 2027 ആകുമ്പോഴേക്കും അവർ അച്ചീവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, ഏകദേശം 4 വർഷം മുൻപ് വരെ. ഇതുപോലെ സൗദിയുടെയും പ്ലാനുകളുണ്ട് കേട്ടോ. അതായത് 100 മില്യൺ വിസിറ്റേഴ്സിന് അവർ ആനുവലി 2030 ആകുമ്പോഴേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ഓൾറെഡി അവരിപ്പോൾ അതിൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ടാർഗറ്റിനെ 150 മില്യൺ വിസിറ്റേഴ്സ് എന്നുള്ള നിലയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഓയിൽ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഡറിൽ നിന്നുള്ള ഒരു മാറ്റത്തിൻ്റെ പ്രാഥമിക സംഭവങ്ങൾ അവിടെ കണ്ടു തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുബായ് ഇതിൽ കുറച്ചും കൂടെ മുൻപിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ദുബായിൽ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ബൂമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, ദുബായിൽ ഈ റിയൽ എസ്റ്റേറ്റ് ബൂം സത്യത്തിൽ ഹൈപ്പ് മാത്രമാണോ, ഇത് റിയാലിറ്റി ആണോ എന്നുള്ളത്. ഇതിലേക്ക് ഞാൻ 1-2 ഡാറ്റകൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിൽ ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിയെ ഡബിളാക്കാനുള്ള ശ്രമത്തിലാണ്. 2033 ആകുമ്പോഴേക്ക് ദുബായിയുടെ നിലവിലുള്ള സൈസിൻ്റെ ഇരട്ടിയെങ്കിലും ആക്കുക എന്നുള്ളതാണ് ഇതിലൊരു അജണ്ട. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3-4 മില്യൺ ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അല്ലാതെ ഭയങ്കര വലിയ സൈസൊന്നുമില്ല. എനിക്കൊന്ന് കൊൽക്കത്തയോ ഡൽഹിയോ മറ്റോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയോ ഈവൻ ഒരു ടു സം എക്സ്റ്റെൻറ്റ് ബാംഗ്ലൂർ വരെ 1 കോടിക്ക് മുകളിൽ ആൾക്കാർ, 2 കോടിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഡൽഹിയിലൊക്കെ. ചെന്നൈ നിയർലി 2 കോടിയൊക്കെ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയോ അല്ലെങ്കിൽ സൈസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായ് അത്ര ചിലപ്പോൾ ഉണ്ടാവില്ല, ലൈക്ക് പോപ്പുലേഷൻ സൈസ് വെച്ചിട്ട്. പക്ഷേ ദുബായിയുടെ ഇൻഫ്രാസ്ട്രക്ചർ നല്ല പ്രീമിയമാണ്. അപ്പോൾ ഒരു 4 മില്യൺ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റപ്പാണ്. ദുബായ് ശരിക്കും എന്താണെന്നറിയാം, നന്നായിട്ട് ബ്രാൻഡ് ചെയ്യാൻ അറിയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ വിസിറ്റ് ദുബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേസ്ബുക്ക് ആഡുകൾ നമുക്ക് കാണാം. അങ്ങനെ നന്നായിട്ട് ആ ബ്രാൻഡിങ് വഴി ദുബായ്ക്ക് ഒരു അഡ്രസ്സ് അവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സാണ് ശരിക്ക് ലോകത്തെ ടോപ്പ് 3 സിറ്റീസിലൊന്നായിട്ട് ദുബായിയെ മാറ്റുക എന്നുള്ള ലക്ഷ്യമിട്ടിട്ട് അവരൊരുപാട് പ്രൊജക്റ്റുകൾ ആവിഷ്കാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് മക്തൂം എയർപോർട്ടിനെ ഡബിളാക്കുക. മാത്രമല്ല ദുബായിക്ക് ഓൾറെഡി ഓയിൽ റവന്യൂ ഇല്ല, വിരലിൽ എണ്ണാവുന്ന പെർസെൻറ്റേജ് മാത്രമേ ഓയിൽ റിലേറ്റഡ് ഇക്കോണമികളോ ദുബായിലുള്ളൂ. ബാക്കിയെല്ലാം അവരെന്താണ്, ടൂറിസം, ലോജിസ്റ്റിക്സ്, ഇപ്പോൾ ഇതാ ടെക്നോളജിയിലേക്ക് വന്നിരിക്കുന്നത്. ഫിൻടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, AIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നോളേജ് ഇക്കോണമി ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ശരിക്കും ഹൈ വാല്യൂ സർവീസുകൾ, ഹൈ വാല്യൂ ബിസിനസ്സുകളൊക്കെ നടക്കുക. അപ്പോൾ സിലിക്കൺ വാലിയുടെ ഒക്കെ ഒരു മോഡൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രഡീഷണൽ ലെവലിലുള്ള ഒരു മാനുഫാക്ചറിങ് ഹബ്ബുകൾ എന്നുള്ള നിലക്കല്ല, പകരം നോളേജ് വർക്കുകളാണ്. അപ്പോൾ നോളേജ് വർക്കിൽ നമുക്ക് ഹൈ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പോൾ ഇവിടെ ശരിക്ക് നമ്മളൊരു ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു കാര്യമുണ്ട്. ലോകത്ത് 9800 മില്യനേഴ്സ് 2025 ദുബായിലേക്ക് മാറുമെന്നാണ് പറയപ്പെടുന്നത്. ഓൾറെഡി അതിൻ്റെ ഒരു വലിയ ശതമാനം അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 10,000 മില്യണേഴ്സ്, 10,000 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യനേഴ്സ്, ഇവൻ ഓരോ മില്യണുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ബേസിക്കലി വരുന്നത് ഒരു $10 ബില്യൺ ഒരു വർഷം ആ ഇക്കോണമിയിലേക്ക് പമ്പിടാവുന്നത്. $1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,500 കോടി ഇന്ത്യൻ രൂപയിലേക്ക് മാറിയില്ലേ. അപ്പോൾ ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞ സ്കെയിലിൽ പോലും ഒരു 1 ലക്ഷം കോടി രൂപയെങ്കിലും നെറ്റ് വർത്ത് ദുബായ് എക്കോണമിയിലേക്ക് 2025 മാത്രം വരുന്നുണ്ടെന്നാണ് പറയേണ്ടത്. തൊട്ട് മുന്നത്തെ വർഷം 2024 അത് 6400 മില്യനേഴ്സ് UAEയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ലൈക്ക് മൾട്ടി മില്യനേഴ്സ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവരൊക്കെ ആ ഇക്കോണമിയിൽ ഇനിയും ഉണ്ടാക്കാൻ പോകുന്ന പർച്ചേസിങ് പവർ, ഹൈ വാല്യൂ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്, ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, കാറുകൾ, അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റീസിലും നമ്മൾ ഒരു HNI ഇൻഫ്ലുവൻസ് ആലോചിക്കുക. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ കൺസംഷൻ പവറിനെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ താഴെത്തട്ടിലുള്ള കൺസംഷനോ താഴെത്തട്ടിലുള്ള ജോലികളോ ഒരു പക്ഷേ അവിടെ അഫക്റ്റഡ് ആവുന്നുണ്ടാവും. ബട്ട് ദെൻ ഹൈ ക്വാളിറ്റി സർവീസുകളും, അത് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷനിലാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും
ഈ ഹൈ ക്വാളിറ്റി സർവീസുകളുടെ ഡിമാൻഡ് ആ നാട്ടിൽ ഇനിയും ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പീരീഡിൽ ഇന്ത്യയിൽ നിന്നും ഏകദേശം 3500 HNIs എങ്കിലും ഇന്ത്യ വിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഡാറ്റയുണ്ട്. ഇവരിതിനെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ ഇവർ കുറച്ച് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും എന്താ വെച്ചാൽ അവരിപ്പോൾ ഗോൾഡൻ വിസ സ്കീമുകൾ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിലും ടാക്സ് ഫ്രീ ഇൻകം പറയുന്നതാണെന്നുണ്ടെങ്കിലും വളരെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് പറയുന്നതാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് സ്ട്രാറ്റജികളിലൂടെ അവർ ആൾക്കാരെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ പണം ഉണ്ടാക്കാം, അതിന് ടാക്സ് കൊടുക്കേണ്ട, നമുക്കവിടെ അത് ഓൺ ചെയ്യാം, നമുക്കതിൻ്റെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്കിത് എല്ലാത്തിനും ഉപയോഗിക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഒരു ക്ലൈമറ്റ് ഡിസഡ്വാൻറ്റേജ് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ട്. സമ്മറിൽ 40 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെ ഈസി ആയിട്ട് 50 ഡിഗ്രി ഒക്കെ ഹിറ്റ് ചെയ്യും. ഇപ്പോൾ ഏകദേശം ആ സമ്മർ സീസൺ കഴിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ. സ്റ്റിൽ ആൾക്കാർ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ അവരൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ജുറിസ്ഡിക്ഷൻ മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ NRI ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ ഇവൻ ഇന്ത്യയിൽ ബിസിനസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ പേഴ്സണൽ ലിങ്കോ മറ്റു കാര്യങ്ങളൊക്കെ UAE നിന്ന് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ NRI സ്റ്റാറ്റസിന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് എന്തായാലും ഇവിടെ കൊടുക്കേണ്ടി വരും, അതിനെക്കുറിച്ചല്ല. ബട്ട് ആ NRI സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുപാട് ടാക്സ് അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് ഇന്ത്യക്കാർ ഇന്ത്യൻ ലീവ് ചെയ്യുന്ന മില്യനേഴ്സ് ഉണ്ടല്ലോ, അവർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബൈയാണ്. മാത്രമല്ല ലോകത്ത് എവിടെ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ദുബായിലേക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരുപാട് റഷ്യക്കാർ വന്നിട്ട് എഗെയിൻ ദുബായ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റിയൽ എസ്റ്റേറ്റ് പ്രൈസിന് മുകളിൽ ഒരു പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബബിൾ പോലെ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതൊരു ഫണ്ടമെൻ്റലി ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് മൈഗ്രേഷൻ വഴി ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് എന്നുണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ബട്ട് ദെൻ പലരും വരുന്നത് അവിടെ തന്നെ ഭാഗമായി ജീവിക്കാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ മുൻപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികളാവുന്ന ആൾക്കാർ നാട്ടിലേക്ക് ഫണ്ട് തിരിച്ചുകൊണ്ട് വരുന്നു, മാക്സിമം പൈസ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അത് നാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ചിരുന്ന ആൾക്കാർ ഇന്ന് അവിടെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവഴി അവിടെ ഒരു ഡിമാൻഡ് വീണ്ടും കൂടുന്ന ഒരു സിനാരിയോ നമുക്ക് അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതൊരു 2007 2008 ഉണ്ടാകുന്ന പോലത്തെ ഒരു സാഹചര്യം ഇനിയും റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള നിരീക്ഷകരൊക്കെ പറയുന്നത്. ബട്ട് ദെൻ ഒരു പ്രൈസ് കറക്ഷൻ ഉണ്ടായേക്കാം. പ്രൈസ് കറക്ഷൻ അതാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രൈസ് കറക്ഷനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ദെൻ അതൊരു ബബിൾ പൊട്ടുന്ന പോലെയുള്ള വലിയ കറക്ഷനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പകരം ഒരു പക്ഷേ വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായേക്കാം. ബട്ട് ദെൻ അത് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒരു ഫ്യൂച്ചർ ട്രാൻസിഷനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാനുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ജോബ് ക്രിയേഷനെ കുറിച്ചാണ്. വളരെ യൂത്ത് പോപ്പുലേഷനുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. നമ്മളൊക്കെ മൈഗ്രൻസ് ആണ്. നമ്മളവിടെ പോകുന്നത് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു ഫാക്ടർ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ലോകത്ത് പല രാജ്യങ്ങളിലും റേസിസവും മറ്റുമൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇന്ത്യക്കാർക്കെതിരെ അമേരിക്കയിലായാലും അതിപ്പോൾ ട്രംപ് വന്നതിന് ശേഷം കൂടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ യൂറോപ്പിലായാലൊക്കെ ഒരു ആൻറ്റി വേവ് ഉണ്ട്. പക്ഷേ ശരിക്ക് GCC രാജ്യങ്ങൾ പൊതുവിൽ പോപ്പുലേഷൻ കുറവായിട്ടുള്ള രാജ്യങ്ങളായതുകൊണ്ടും നമ്മളൊക്കെ ചെന്നിട്ടാണ് ആ ഇക്കോണമിയെ ഓണാക്കി എടുത്തതെന്നുള്ള കാരണം കൊണ്ടൊക്കെ ഇതൊരു ഭയങ്കര വെൽക്കമിങ് ആണ്. അപ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ഒരു ലിവിങ് അറ്റ്മോസ്ഫിയർ ഇന്ന് ലോകത്ത് മറ്റേത് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ GCC രാജ്യങ്ങളിൽ നമുക്കിന്ന് കാണാൻ പറ്റും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നും അത് UK എന്നായാലും US എന്നായാലും മറ്റുമൊക്കെ ഇങ്ങോട്ട് തിരിച്ച് ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കാണാം. കാരണം എന്താ വെച്ചാൽ ഒന്ന് നിയർനെസ് ടു ലൈക്ക് മദർലാൻഡാണ്. അപ്പോൾ എന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യനായിട്ട് തന്നെ ജീവിക്കുക, എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഒരു 3 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് എത്താം, ഇങ്ങനത്തെ ഒരു സൗകര്യം കൂടി ദുബായിൽ ജീവിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ GCCയെ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ഈ HNI ആൾക്കാർ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ദുബായ് ആയതുകൊണ്ട് അതിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അഗെയിൻ അവരുടെ ഒരു ബിസിനസ് മോഡലിൻ്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ച് വരാം. ട്രഡീഷണലി ഈ ലോകത്ത് പല കമ്പനികളും വലിയ കമ്പനികളൊക്കെ അവരുടെ ഒരു ക്യാപിറ്റലിൻ്റെ സോഴ്സ് ആയിട്ടായിരുന്നു
മിഡിൽ ഈസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം മിഡിൽ ഈസ്റ്റ് ഓയിൽ റിച്ച് ആണ്, ഒരുപാട് പൈസ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന്ന് ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കൊണ്ട് പോരാം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാനൊക്കെ മിഡിൽ ഈസ്റ്റിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി ഡാറ്റ കാണിക്കുന്നത്, ഇപ്പോൾ ബ്ലാക്ക് റോക്ക് പോലെയുള്ള സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെസ്റ്റേൺ ഫണ്ടുകൾ ശരിക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ മാത്രമല്ല, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയുടെ ഒക്കെ ഒരു ഭാഗം കൂടിയായിട്ട് GCC രാജ്യങ്ങൾ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് ഇതിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ GCC രാജ്യങ്ങളിൽ നിന്നുള്ള ക്യാപിറ്റൽ ഫ്ലോ ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. ഇപ്പോൾ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി, നമ്മുടെ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി ഉണ്ടല്ലോ, ഫ്രീ സോൺ ഏരിയയിൽ അവരുടെ ഓഫീസ് സ്ഥാപിച്ചിട്ട് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഏകോപിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇക്കോണമി ആയിട്ട് ഇനി മാറും. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരുപാട് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് എന്നുള്ള ധാരണയിൽ തന്നെ അവർ ഇന്ത്യയിൽ സ്ട്രാറ്റജിക്കായിട്ട് റിലയൻസിലും മറ്റുമൊക്കെ ഒരുപാട് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മേക്ക് ചെയ്തിട്ടുണ്ട്. ജിയോയിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, റിലയൻസ് റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അവർ ശരിക്കും അവരുടെ അവർ ക്യാപിറ്റൽ നോർത്ത് അമേരിക്കയിലും നേരത്തെ പറഞ്ഞ പോലെ കാനഡയിലോ യൂറോപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പോലെ തന്നെയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ബൈലാറ്ററൽ റിലേഷൻസ് മെച്ചപ്പെടുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യ UAE റിലേഷൻസാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ ഓരോ രാജ്യങ്ങളുടെ ഫണ്ടിന് ഓരോ ഫോക്കസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സൗദിയുടെ PIFൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് സൗദിയുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ അവർ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മറിച്ച് ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ആണെന്നുണ്ടെങ്കിലും മുബദ്ദലയാണെന്നുണ്ടെങ്കിലും അബുദാബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ആണെന്നുണ്ടെങ്കിലൊക്കെ അവർ കുറച്ചും കൂടെ മെജോറിറ്റി ഓഫ് ദ ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്നത് ഇൻ്റർനാഷണലിയാണ്. അപ്പോൾ ശരിക്കും UAEയുടെ ഒക്കെ ഒരു ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ തുടങ്ങി എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ ട്രാൻസിഷൻ റെഡിയാണ്. ഒരു ഒറ്റ മെഗാ പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ സൗദിയുടെ നിയോമോ പോലെയുള്ള ഒരു മെഗാ എന്ന് പറഞ്ഞുകൊണ്ട് ജിഗാ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്ന പോലെ അല്ലാതെ അവർ കുറച്ചും കൂടെ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഇൻക്ലൂസീവ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൗദിയുടെ ഒരു റിസ്ക് കിടക്കുന്നതും ഒരു പൊട്ടൻഷ്യൽ കിടക്കുന്നതും ഈ ജിഗാ പ്രോജക്റ്റുകളുടെ സൈസിലാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിന് എന്തെങ്കിലും സ്ലോ ഡൗണോ ഡിലേ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വിഷൻ നടപ്പിലാവില്ലയോ എന്നുള്ള ഒരു ബാഡ് റെപ്യൂട്ടേഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ദെൻ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അസറ്റ്സ് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ടും അധികം വൈകാണ്ട് തന്നെ കുറച്ച് ടൈം ലൈൻ ഡിലേഡ് ആയി കഴിഞ്ഞാൽ പോലും അവരുടെ ടാർഗറ്റുകളിലേക്ക് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ താരതമ്യേന കുറച്ചും കൂടെ എന്താ പറയുക സേഫ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഈ രാജ്യങ്ങളിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയേണ്ടത്. ബട്ട് ദെൻ ഒരു ട്രഡീഷണൽ വേ ഓഫ് ബിസിനസ്സുകൾക്ക് ഇനി എന്തായാലും അവിടെ പ്രയാസമായിരിക്കും. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെയും ടെക്നോളജി അഡോപ്ഷൻ റേറ്റിൽ കാര്യമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു നോർമൽ ബിസിനസ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സുകളിലായിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ നമുക്ക് ആ രാജ്യങ്ങളിൽ ഉണ്ടാവുക. ഇത് ഒന്ന് റിയലൈസ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ ഈ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ AI ആണെങ്കിലും ക്രിപ്റ്റോ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ എനി ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അതൊരു ഹൗസ് ഹോൾഡ് നെയിം പോലെയാണ്. എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇത്തരം ആശയങ്ങളാണ്. രാജ്യം തന്നെ ഇത്തരം ആശയങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന എല്ലാ പ്രൊജക്റ്റുകളും സക്സസ്ഫുൾ ആവുകയോ ഒരു പക്ഷേ എല്ലാ ടെക്നോളജികളും സക്സസ്ഫുൾ ആവുകയോ എല്ലാ പ്രൊജക്റ്റുകളും സക്സസ്ഫുൾ ആവുകയോ ചെയ്തോളണം എന്നില്ല. അത് ബിസിനസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സും ചിലപ്പോൾ വിജയിച്ചോളണമെന്നില്ല. അപ്പോൾ ചില ആൾക്കാർ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൻ്റെ ഫെയിലിയറോ മറ്റോ കണ്ടിട്ട് അത് പൊട്ടിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയും. ബട്ട് ദെൻ അത് അങ്ങനെ തന്നെയാണ് ശരിക്കും ഒരു ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ പൊട്ടുന്നത് അപ്പോൾ പൊട്ടുന്നത് മനസ്സിലാക്കിയിട്ട് അവർ വേഗം കറക്റ്റ് ചെയ്യുക, കോഴ്സ് കറക്റ്റ് ചെയ്യുക, കുറച്ചും കൂടെ ബിഗർ പ്രൊജക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ. ശരിക്കും ഷെയ്ഖ് മുഹമ്മദിനെ വിളിക്കൽ തന്നെ ആ ഒരു രീതിയിലല്ലേ. പുള്ളി ദുബായിയുടെ CEO ആണ്. ദുബായ് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്, അതിൻ്റെ CEO ആണ് ഷെയ്ഖ് മുഹമ്മദ്. അപ്പോൾ പിഴവുകൾ ഉണ്ടാകാം, ബട്ട് ദെൻ അവരതിന് പഠിക്കും, വലിയ പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഇത്തരത്തിൽ GCC രാജ്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ പോളിസിയുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അവർക്ക് ഇത്രയും കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു വെൽത്ത് ഉണ്ടല്ലോ, എന്താണോ അവർ ഇത്രയും കാലം റിച്ചാക്കി മാറ്റിയത്, ആ റിച്ച്നെസ് ഇനി അധികകാലം നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരവരുടെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും അവരുടെ ഭാവി വേണ്ടത്, അതൊന്ന് ടെക്നോളജി ഇൻറ്റൻസീവ് ആയിട്ടുള്ളത് ായിരിക്കണം. അവർക്കൊരു ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ലോകത്തിലെ ഏറ്റവും ഒരു ഹോട്ട്സ്പോട്ടിലാണ്, ലോജിസ്റ്റിക്സ് ഹോട്ട്സ്പോട്ടിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ളത്. അവരുടെ നൈബർഹുഡ് അത്ര സ്റ്റേബിൾ അല്ലാത്തത് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇറാൻ്റെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഒരു കൺസേൺ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിന് ശേഷവും ഒരുപാട് പ്രോജക്റ്റുകൾ ഈ മേഖലയിൽ അവിടെ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം ആൾക്കാർക്ക് അവിടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും പിന്നെ പൊതുവിൽ GCC രാജ്യങ്ങൾക്ക് അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുള്ള കാരണം ഇവരുടെ സെക്യൂരിറ്റി എൻഷുർഡ് ആണ് എന്നുള്ള ഒരു ധാരണയും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രംപ് ടവറൊക്കെ UAE അനൗൺസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ്
മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇവരുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹൈഡ്രോ കാർബൺ ഡിപ്പെൻഡൻസിയിൽ മാത്രമല്ല അമേരിക്ക ശരിക്കും ഈ രാജ്യങ്ങളിലുള്ളത്. ഈ രാജ്യങ്ങളുടെ ഫ്യൂച്ചറും അവർ അമേരിക്കയുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിലും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അഡ്വാൻറ്റേജുകൾ ഈവൻ പോസ്റ്റ് ഓയിൽ വേൾഡിലും ആ റിലേഷൻഷിപ്പിൻ്റെ അഡ്വാൻറ്റേജുകൾ അവർക്ക് നിലനിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അത് റിയൽ എസ്റ്റേറ്റിലായാലും മറ്റുമൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അവിടെ കരിയറോ മറ്റുമൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ GCCയുടെ കാലം കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു നടപടികളും എടുക്കേണ്ട ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ക്രൈസിസ് എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ട്രാൻസിഷൻ്റെ കാര്യത്തിൽ ലോകത്ത് എന്തായാലും അടുത്തൊരു 5 to 10 ഇയേഴ്സിനകത്ത് ഒരു വലിയ മിഡിൽ ഇൻകം ക്രൈസിസ്, മിഡിൽ ക്ലാസ് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ അതിനെ വിലയിരുത്തുന്നുണ്ട്. മോ ഗോഡറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചങ്ങാതിയുണ്ട്, ഗൂഗിളിൻ്റെ എക്സ് ലാബ്സിലൊക്കെ ഉണ്ടായിരുന്ന. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് തകരും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഡിക്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം പഠിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ലോകം ഒരു ടെക്ടോണിക് ഷിഫ്റ്റിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അതിൽ ഒരു റീസൺ ബീങ് AI ആണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും AIയെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ AI എങ്ങനെ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും ഫസ്റ്റ് ഓർഡർ എഫക്റ്റ്, സെക്കൻഡ് ഓർഡർ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് റെഗുലർ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ഇങ്ങനൊരു ഡിസ്കഷനായിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ചർച്ചകൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് കുറച്ചും കൂടെ ഒരു വലിയ ഡിസ്കഷൻസിലൂടെ നമുക്ക് ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ്. ബട്ട് ദെൻ ജനറലി നിങ്ങളിങ്ങനെ ഈ ഒരു മാറ്റങ്ങളെ ഫോക്കസ് ചെയ്യുക, ലോകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കുക, വലിയ ക്യാപിറ്റൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ GCC രാജ്യങ്ങൾ ഒരു ഹൈ വാല്യൂ ഇക്കോണമികളിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് അവരൊരുപാട് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഒരു നോളജ് ഇക്കോണമി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും മറ്റുമൊക്കെ ലോജിസ്റ്റിക് അഭാവുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ലോകത്തിലെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് പോർട്ടുകളിൽ ഒന്നായിട്ട് ജബൽ അലി പോർട്ട് ഉണ്ട്. ദുബായിലെ എയർപോർട്ടാണെന്നുണ്ടെങ്കിലും മറ്റുള്ള എയർപോർട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും അതൊരു ട്രാൻസിറ്റ് സോണിൽ പെടുന്നതുകൊണ്ട് നല്ല ബിസിയസ്റ്റ് എയർപോർട്ടുകളിൽ പെടുന്ന എയർപോർട്ടുകളാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഗോളുകളുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷൻ, റീക്രിയേഷൻ, അങ്ങനെ ഒരുപാട് ഏരിയകളിൽ അവർ ഇൻവെസ്റ്റഡ് ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ട്രാൻസിഷനെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഷേപ്പ് ചെയ്യാൻ പോകുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ ഒക്കെ സർവൈവൽ ഉണ്ടാവുക. ഒരു അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ചൈനയിലേക്ക് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ട്രിപ്പ് പോകുന്ന കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത മാസം ഒക്ടോബറിൽ ദുബായിൽ വെച്ചിട്ട് നമ്മുടെ ജൈടെക്സ് വരികയാണ്. അപ്പോൾ ജൈടെക്സിന് നമ്മൾ ഇതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ ജൈടെക്സ് ഒക്കെ വിസിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ GCCയുടെ ആംഗിൾ എങ്ങോട്ടാണ്, അവരുടെ ഫ്യൂച്ചർ ഡിറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടാൻ സഹായിക്കുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി എക്സിബിഷനാണ് ജൈടെക്സ്. അപ്പോൾ സാധ്യമാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നേരിൽ കാണാം.